വിവരങ്ങളുമായി നമ്മുടെ നിലമ്പൂർ സ്ക്വാഡ് തയ്യാറാണ്. BS രഞ്ജിത്തും അലി അക്ബർ ഷായുമാണ് സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ളത്. ഗുഡ് ഈവനിംഗ് BS രഞ്ജിത്ത്. M സ്വരാജിന്റെ റോഡ് ഷോ അത് ഒരു ഗംഭീര പ്രകടനമായി മാറാൻ പോവുകയാണോ? ഒരുക്കങ്ങൾ എന്തായി? സുജിയ, ഒരുക്കങ്ങളല്ല, റോഡ് ഷോ ആരംഭിക്കുകയാണ്. റോഡ് ഷോയുടെ ഏറ്റവും മുൻഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥാനാർത്ഥിയുടെ വാഹനം, സ്ഥാനാർത്ഥി സഞ്ചരിക്കുന്ന വാഹനമാണ് ഏറ്റവും മുമ്പിലുള്ളത്. അതിന് പിറകിലായിട്ടാണ് മറ്റ് വാഹനങ്ങളും അതുപോലെ തന്നെ ആൾക്കൂട്ടവും ഒക്കെയുള്ളത്. പാർട്ടി പ്രവർത്തകരുടെ വലിയൊരു സംഘം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വരാജ് വന്നിറങ്ങുമ്പോൾ അവിടെ കണ്ടൊരു ആവേശം എന്ന് പറയുന്നത് അത് പാർട്ടി വിളിച്ചുകൂട്ടിയ ആൾക്കൂട്ടമല്ല, നിലമ്പൂരിൽ സ്വരാജ് എത്തുന്നു എന്നറിഞ്ഞു വന്ന ആൾക്കൂട്ടമാണ്. ഇപ്പോൾ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ കോടതിപ്പടി ഭാഗത്ത് നിന്ന് പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള റോഡ് ഷോ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളിലും അത് അല്ലാതെയും ഒക്കെയായി വലിയ ആൾക്കൂട്ടം ഈ പറയുന്ന റോഡ് ഷോയ്ക്ക് പിറകിലുണ്ട്. ഈ നിലമ്പൂർ അങ്ങാടി ഇന്ന് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ 2 റാലി. ആദ്യം ആര്യാടൻ ഷൗക്കത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന റാലി, അതിൻ്റെ പിന്നാലെ നിലമ്പൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വരാജിനെ ആനയിച്ചുകൊണ്ടുള്ള റാലി, ഇപ്പോൾ വലിയൊരു റോഡ് ഷോ CPM-ൻ്റെ നടക്കുകയാണ്. ഇതൊരു ശക്തി പ്രകടനമാക്കി തന്നെ മാറ്റാനുള്ള തീരുമാനമാണ്. ഈ സ്വരാജ് സഞ്ചരിക്കുന്ന വാഹനം ഏറ്റവും മുൻപിലായും അതിന് പിറകിലായിട്ട് പൂർണ്ണമായും സജ്ജമായിട്ടുള്ള ഒരു റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. നമുക്ക് സ്വരാജിൻ്റെ പ്രതികരണത്തിലേക്കൊക്കെ പോകാവുന്നതാണ്. ഈ ഘട്ടത്തിൽ അവിടെ വാഹനത്തിനകത്ത് കയറേണ്ടതുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ടും ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ഏറ്റവും തുടക്കത്ത് മാത്രമാണ് നമ്മളുള്ളത്. ഇതിന് പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു റാലി തന്നെയാണ്. നേരത്തെ 2:30 മണിക്ക് നിശ്ചയിച്ച റാലിയാണ്. പക്ഷേ പിന്നീട് രാവിലത്തെ പരിപാടികൾ, രാവിലത്തെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ കുറച്ച് അല്പം വൈകിയപ്പോൾ വൈകിട്ടത്തെ റോഡ് ഷോ 4 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ റോഡ് ഷോ തുടങ്ങിയിരിക്കുന്നു. റോഡ് ഷോയുടെ അവസാന ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് എത്താൻ സാധ്യമല്ല. ഈ കോടതിപ്പടി ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും പിറകിലെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടേക്കൊക്കെ ആൾക്കൂട്ടം വലിയ തോതിലുണ്ട്. ചുവന്ന ബലൂണുകളും അതുപോലെ തന്നെ ചുവന്ന കൊടിയും ഒക്കെയായി ആൾക്കൂട്ടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് തിരികെ എത്താം. മറുഭാഗത്ത് എന്തായി കാര്യങ്ങളെന്ന് നോക്കണം. ഒപ്പം സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് രഞ്ജിത്ത് പോവുകയാണെന്ന് തോന്നുന്നു. CPI-ന്റെ റാലി ഇതാ തുടങ്ങാൻ പോവുകയാണ്.